ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ, GG ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റും വകുപ്പ് മേധാവിയുമാണ്. ആൺകുട്ടിക്ക് വൃഷണസഞ്ചിയിൽ 2 വൃഷണങ്ങളും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ ചില കുട്ടികൾക്ക് 1 വൃഷണമോ അല്ലെങ്കിൽ 2 ഇല്ലാതിരിക്കാം. ജനിക്കുന്ന സമയത്ത് പൂർണ്ണ വളർച്ചയെത്തിയ നവജാത ശിശുവിന് 2 ടെസ്റ്റിസും വൃഷണസഞ്ചിയിൽ ഉണ്ടായിരിക്കും. എന്നാൽ നവജാത ശിശുക്കളിൽ 3% പേർക്ക് 1 ടെസ്റ്റിസോ 2 ടെസ്റ്റിസോ ഇല്ലാതിരിക്കുന്നത് സാധാരണയാണ്. പക്ഷേ ഇത് 6 മാസം പ്രായത്തിനകം സഞ്ചിയിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് ശാസ്ത്രം. അതായത് 6 മാസം പ്രായത്തിനകം ഈ വൃഷണം 2ഉം സഞ്ചിയിലേക്ക് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ നാം സാരമായി കരുതേണ്ടതും ഉടനെ തന്നെ പീഡിയാട്രിക് സർജനെ കാണിക്കേണ്ടതും ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വൃഷണസഞ്ചിക്കകത്ത് തന്നെ വൃഷണം ഇരുന്നാലേ അതിന് ശരിയായ വളർച്ച കിട്ടുകയും പ്രായപൂർത്തിയാകുമ്പോൾ ബീജ ഉൽപാദനം നടത്തുകയും ചെയ്യുകയുള്ളൂ. 6 മാസം പ്രായത്തിന് ശേഷം വൃഷണസഞ്ചിയിലേക്ക് ഇറങ്ങാത്ത വൃഷണം തനിയെ ഇറങ്ങുകയും ഇല്ല. അതിനാൽ തീർച്ചയായിട്ടും 6 മാസം പ്രായത്തിനകം ഈ വൃഷണം ഇറങ്ങിയിട്ടില്ല എന്ന് കാണുകയാണെങ്കിൽ താമസിയാതെ തന്നെ പീഡിയാട്രിക് സർജനെ കാണിക്കേണ്ടതാണ്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം സ്കാനിങ് ആവശ്യമായി വരും. ചിലപ്പോൾ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റ് ആവശ്യമായി വരും. കാരണം ഈ സഞ്ചിയിലില്ലാത്ത വൃഷണം എവിടെ ഇരിക്കുന്നു, വയറിനകത്താണോ വയറിന് പുറത്താണോ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനനുസരിച്ചാണ് ഈ ചികിത്സ. ഇപ്പോഴത്തെ ചികിത്സ സഞ്ചിക്ക് പുറത്തിരിക്കുന്ന വൃഷണത്തിനെ സഞ്ചിക്കകത്താക്കേണ്ടത് ഓപ്പറേഷനിലൂടെയാണ്. അല്ലാതെ മരുന്നുകൊണ്ട് ഇത്തരം വൃഷണത്തിനെ സഞ്ചിക്കകത്താക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ അത് സ്ഥായിയായ ഒരു പരിഹാരവും അല്ല. ഈ ഓപ്പറേഷൻ 1 സ്റ്റേജിൽ തന്നെ ചെയ്യുന്ന ഓപ്പറേഷനുമുണ്ട്, 2 സ്റ്റേജിൽ ചെയ്യുന്ന ഓപ്പറേഷനുമുണ്ട്. ചിലപ്പോൾ ചുരുക്കം ചിലർക്ക് 3 സ്റ്റേജ് കൊണ്ടും തീർക്കാം. ഇനി എപ്പോഴാണ് ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 6 മാസം പ്രായം കഴിഞ്ഞാൽ ഉടനെ 1 വയസ്സിനകത്ത് ഓപ്പറേഷൻ ചെയ്യണം എന്നതാണ് ശാസ്ത്രം. അല്ലെങ്കിൽ വൃഷണത്തിന് ശരിയായ വളർച്ച ഉണ്ടാകുകയും ഇല്ല. പിന്നെ പ്രായപൂർത്തിയാകുമ്പോൾ അതിൽ നിന്ന് ബീജോൽപാദനം നടക്കുകയുമില്ല. അതുകൊണ്ട് ഈ സഞ്ചിയിലേക്ക് ഇറങ്ങാത്ത വൃഷണം കേടായി വന്ധ്യത ഉണ്ടാകുന്നത് തടയുന്നതിനും ആ വൃഷണത്തിൽ ക്യാൻസർ ഉണ്ടാകാതിരിക്കുന്നതിനും സഞ്ചിക്ക് പുറത്തുള്ള വൃഷണം എളുപ്പത്തിൽ ക്ഷതമേൽക്കാൻ സാധ്യതയുണ്ട്. അത് ട്വിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ടോർഷൻ വരാൻ കൂടുതൽ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല, സ്കൂളിൽ പോകുന്ന കുട്ടിക്ക് മറ്റുള്ള കൂട്ടുകാരായ കുട്ടികൾക്ക് 2 വൃഷണം ഉള്ളപ്പോൾ ഈ കുട്ടിക്ക് 1 വൃഷണം മാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അവന് മാനസികമായി അത് കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് 1 വയസ്സിനകം തന്നെ, 6 മാസം പ്രായം കഴിഞ്ഞാൽ 1 വയസ്സിനകം തന്നെ തീർച്ചയായും ഓപ്പറേഷൻ ചെയ്ത് വൃഷണസഞ്ചിയിൽ ഉറപ്പിക്കേണ്ടതാണ്.